എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പേജ് നമ്പർ 39 സ്റ്റാർട്ടിങ്ങിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദ വെർബ് ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ആൻഡ് ഔട്ട് ആർ മോഡൽ ഓക്സിലറി വെർബ്സ്. അതായത് അവയെ മോഡൽസ് എന്ന് വിളിക്കുന്നു. ദേ എക്സ്പ്രസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് സച്ച് ആസ് പോസിബിലിറ്റി, എബിലിറ്റി, ഒബ്ലിഗേഷൻ, പ്രഡിക്ഷൻ, പെർമിഷൻ, നെസസിറ്റി. അതായത് ഈ മോഡൽ ഓക്സിലറി വെർബ് എന്താണ് ചെയ്യുന്നത്? അവ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എക്സ്പ്രസ്, അതായത് പ്രകടിപ്പിക്കുന്നു. ദേ എക്സ്പ്രസ് എന്താണ്? സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതായത് നമ്മളുടെ മനസ്സിന്റെ ഓരോ അവസ്ഥകളെയാണ് മോഡൽ ഓക്സിലറി വെർബ് എന്ത് ചെയ്യുന്നത്? പ്രകടിപ്പിക്കുന്നത്. അപ്പൊ മോഡൽ ഓക്സിലറി വെർബുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കുക: ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, വില്ല്, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ആൻഡ് ഔട്ട്. അപ്പൊ ഈ ഇത്രയും വെർബുകളെയാണ് മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. മോഡൽ ഓക്സിലറി വെർബ് എന്താണ് ചെയ്യുന്നത്? മനസ്സിന്റെ ഒരു അവസ്ഥയെയാണ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, മനസ്സിന്റെ ഒരു അവസ്ഥ. ഏതെല്ലാം അവസ്ഥകളെയാണ് ഇത് കാണിച്ചു തരുന്നതെന്ന് ചോദിച്ചാൽ പോസിബിലിറ്റി, അതായത് സാധ്യതയെ, എബിലിറ്റി, കഴിവിനെ, ഒബ്ലിഗേഷൻ, റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ഒരു പണി, പ്രഡിക്ഷൻ, അതായത് ഭാവിയെക്കുറിച്ച് ദീർഘവീക്ഷണം നടത്തി പറയുക അല്ലെങ്കിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക, പ്രവചിക്കുക, പെർമിഷൻ, അനുവാദം നൽകുക, അല്ലെങ്കിൽ നെസസിറ്റി, അത്യാവശ്യം. ഈ കാര്യങ്ങളെയെല്ലാമാണ് എന്ത് പറയുന്നത്? മോഡൽ ഓക്സിലറി വെർബ് പറയുന്നത്. ഇനി നമ്മളിവിടെ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ പോവുകയാണ്. ക്യാൻ ഓർ കുഡ് എന്താണ്? എക്സ്പ്രസ് എബിലിറ്റി ഓർ പോസിബിലിറ്റി. അതായത് ഈ ക്യാൻ എന്നോ കുഡ് എന്നോ ഉള്ള വാക്കുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ എബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി. അപ്പൊ എബിലിറ്റിയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഷീ ക്യാൻ സിങ് ബ്യൂട്ടിഫുള്ളി. ഇവിടെ ക്യാൻ എന്നത് ഉപയോഗിച്ചിട്ട് പറയുന്നത് ഷീ ക്യാൻ, അവൾക്ക് കഴിയും, അവളുടെ ആ ഒരു കഴിവിനെയാണ് പറയുന്നത്. ബ്യൂട്ടിഫുള്ളി, അതായത് വളരെ മനോഹരമായിട്ട് അവൾക്ക് പാട്ട് പാടുവാൻ കഴിയും. ഇറ്റ് കുഡ് റെയിൻ ടുമാറോ, അതായത് പോസിബിലിറ്റിയെ കുറിച്ച് പറയുകയാണ്, അത് സാധ്യതയെ കുറിച്ച് നമ്മൾ പ്രവചിക്കുകയാണ്. ഇറ്റ് കുഡ് റെയിൻ ടുമാറോ, നാളെ മഴ പെയ്യാം, അതിന് സാധ്യതയുണ്ട്. അപ്പൊ അവിടെ സാധ്യതയെ കുറിച്ചാണ് കുഡ് ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഷാലും ഷുഡുമാണ്. ഷോ സജഷൻ, ഒബ്ലിഗേഷൻ ഓർ ഫ്യൂച്ചർ ഇൻറ്റന്റ്. ഇവിടെ എന്താണ്? ഒരു സജഷനായിട്ട് നമുക്ക് ഒരാളോട് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ, ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഉദാഹരണമായിട്ട് വി ഷാൽ ഓവർകം, അതായത് ഇവിടെ എന്താണ് പറയുന്നത്? ഒരു സജഷനായിട്ട് പറയുകയാണ്, നമ്മൾ ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യും, അതിനെ അതിജീവിക്കും. ഓവർകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിക്കും. അപ്പൊ നമ്മൾ അതിജീവിക്കും എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഇന്റന്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതിജീവിക്കും, അതായത് ഇപ്പോൾ ഒരു പ്രശ്നം നമുക്കുണ്ട്, നമ്മൾ അതിനെ അതിജീവിക്കാൻ പോവുകയാണ്. രണ്ടാമതായിട്ട് യു ഷുഡ് സ്റ്റഡി ടു നൈറ്റ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറുള്ള കാര്യത്തെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒബ്ലിഗേഷനെയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? യു ഷുഡ് സ്റ്റഡി, നീ ഉറപ്പായിട്ടും പഠിക്കണം, ടു നൈറ്റ്, ഇന്ന് രാത്രി. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വില്ല്, അതുപോലെ തന്നെ വുഡ് എന്നുള്ളവയാണ്. ഈ വില്ലും വുഡും എന്താണ് ചെയ്യുന്നത് വെച്ചാൽ റിലേറ്റ് ടു സെർട്ടനിറ്റി, അതായത് ചില കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വില്ലിങ്നെസ്, ഏതെങ്കിലും ഒരു കാര്യത്തെ ചെയ്യുവാനുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ആ ഒരു തയ്യാറെടുപ്പ്. അതുപോലെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ഒരു സാധ്യമതയുണ്ട് എന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അതും ഇതും ഒക്കെ വന്നാൽ ഇത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സിറ്റുവേഷനെ കുറിച്ച് പറയാൻ നേരത്താണ്. വിൽ യു ഹെൽപ്പ് മീ ഓർ ഐ വിൽ ഹെൽപ്പ് യു. ഐ വിൽ ഹെൽപ്പ് യു എന്ന് ചോദിച്ചു പറയുന്നത് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ വില്ലിങ്നെസ് ആണ്, ഞാൻ ചെയ്തു തരാൻ തയ്യാറുള്ള ഒരു കാര്യത്തെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഷീ വുഡ് ട്രാവൽ,
അവൾ യാത്ര ചെയ്യും. ഇഫ് ഷീ ഹാഡ് ടൈം, അവൾക്ക് സമയമുണ്ടെങ്കിൽ അവൾ യാത്ര ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സാധ്യതയുണ്ട്. ഷീ വുഡ് ട്രാവൽ, അവൾ യാത്ര ചെയ്യും. ഇഫ് ഷീ ഹാഡ് ടൈം, അവൾക്ക് ടൈം ഉണ്ടെങ്കിൽ. അപ്പൊ ടൈം ഉണ്ടെങ്കിൽ അവൾ ചെയ്യും എന്നുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സ്പ്രഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം മേ ഓർ മൈറ്റ്. മേയും മൈറ്റും കൊണ്ട് എക്സ്പ്രസ് പെർമിഷൻ, അതായത് ഒരു അനുവാദത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മേ ഓർ മൈറ്റ് ഉപയോഗിക്കാം. ഓർ ലെസർ സെർട്ടനിറ്റി, അല്ലെങ്കിൽ ചെറിയ സാധ്യതകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാം. യു മേ ലീവ് ഇയർലി, അതായത് നീ വളരെ നേരത്തെ തന്നെ പോകണം. ഹി മൈറ്റ് കോൾ ലേറ്റർ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? ലെസർ സെർട്ടനിറ്റി, ഹി മൈറ്റ് കോൾ, അദ്ദേഹം വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു ലെസർ സെർട്ടനിറ്റിയെ കാണിച്ചു തരുന്നു. അതേസമയത്ത് യു മേ ലീവ് ഇയർലി, അതായത് ഒരു പെർമിഷൻ കൊടുക്കുകയാണ്, നീ നേരത്തെ പൊക്കോ. മസ്റ്റ് ഓർ ഔട്ട് ടു കൺവേ സ്ട്രോങ് നെസസിറ്റി. അപ്പൊ മസ്റ്റ് പറഞ്ഞാലും അതുപോലെ തന്നെ ഔട്ട് ടു പറഞ്ഞാലും ഏറ്റവും അത്യാവശ്യമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ മോറൽ ഒബ്ലിഗേഷൻ, അതായത് നമുക്ക് സാൻമാർഗികമായിട്ടുള്ള ഉത്തരവാദിത്വത്തെയും കാണിക്കുന്നു. യു മസ്റ്റ് വെയർ എ സീറ്റ് ബെൽറ്റ്, അതായത് നീ ഉറപ്പായിട്ടും ഒരു സീറ്റ് ബെൽറ്റ് ധരിക്കണം. അതായത് സ്ട്രോങ് നെസസിറ്റി, ഏറ്റവും അത്യാവശ്യം ഉള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം യു മസ്റ്റ് വെയർ ഹെൽമെറ്റ്, അത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. യു ഔട്ട് ടു അപ്പോളജൈസ്, അതായത് പോലെ തന്നെ എന്താണ്, അത് നിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. നീ അപ്പോളജൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്ഷമാപണം നടത്തുക. ഇനി ഈ പോസിബിലിറ്റിയെ കുറിച്ച്, അപ്പൊ നമ്മൾ ഇത്രയും നേരം ഈ വെർബുകളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ ഒരു സെക്ഷനും കൂടി ഇത് എടുത്തു പറയുകയാണ്. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഒന്ന് പോസിബിലിറ്റി. ഓക്കെ, മേ, മൈറ്റ്, കുഡ് ഇവയെല്ലാം പോസിബിലിറ്റിയിൽ ഉപയോഗിക്കാം. മേ, ഇറ്റ് മേ റെയിൻ ലേറ്റർ, സോ ടേക്ക് ആൻ അംബ്രല്ല. ഇത് ചിലപ്പോൾ മഴ പെയ്യാം, എപ്പോഴ് കുറച്ച് കഴിയുമ്പോൾ, അതുകൊണ്ട് സോ അതുകൊണ്ട് ടേക്ക് ആൻ അംബ്രല്ല, ഒരു കുട എടുക്കണം. മൈറ്റ് എന്ന് പറഞ്ഞ ഒരു പോസിബിലിറ്റിയിൽ ഉപയോഗിക്കാം. ഷീ മൈറ്റ് ജോയിൻ അസ് ഫോർ ഡിന്നർ, അവള് അത്താഴത്തിന് നമ്മളോട് കൂടെ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇഫ് ഷീ ഫിനിഷസ് വർക്ക് ഏർലി, അവളുടെ ജോലി നേരത്തെ ഫിനിഷ് ചെയ്തെങ്കിൽ. കുഡ് വെച്ച് ദിസ് കുഡ് ബി ദ സൊല്യൂഷൻ വി ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ, അതായത് ഇവിടെ ഒരു പോസിബിലിറ്റി, അതായത് ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ദിസ് കുഡ് ബി, ഇതായിരിക്കാം, ദ സൊല്യൂഷൻ, ഒരു പരിഹാരം, വി ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇനി എബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ക്യാൻ ഉപയോഗിച്ച് ഹി ക്യാൻ സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് ക്വിക്ക്ലി, അത് ഒരുവന്റെ ആ ഒരു കഴിവിനെ കാണിച്ചു തരികയാണ്. ഹി ക്യാൻ, അവന് കഴിയും, സോൾവ് പരിഹരിക്കുവാൻ, കോംപ്ലക്സ് സങ്കീർണമായ, പ്രോബ്ലംസ് പ്രശ്നങ്ങൾ, ക്വിക്ക്ലി പെട്ടെന്ന്. ഓക്കെ, അടുത്തതായിട്ട് കുഡ് എന്നുള്ളത് വെൻ ഐ വാസ് യങ്ങർ, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ, ഐ കുഡ് റൺ 5 കിലോമീറ്റേഴ്സ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, അതായത് എനിക്ക് 5 കിലോമീറ്റർ ഓടുവാനായിട്ട് സാധിച്ചു. വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, നിർത്താതെ 5 കിലോമീറ്റർ ഓടുവാൻ സാധിച്ചു. ഓക്കെ, ഇവിടെ എന്താണ്, ആ ഒരു എബിലിറ്റി, കഴിവിനെയാണ് കാണിച്ചു തരുന്നത്. അടുത്തതായിട്ട് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ നെസസിറ്റി, അതായത് നമ്മളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അത്യാവശ്യത്തെ മസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഉപയോഗിക്കാം? യു മസ്റ്റ് വെയർ എ ഹെൽമെറ്റ് വൈൽ റൈഡിങ് എ ബൈക്ക്, അതായത് നീ ഉറപ്പായിട്ടും ഒരു ഹെൽമെറ്റ് ധരിക്കണം വൈൽ റൈഡിങ് എ ബൈക്ക്, നീ ബൈക്ക് ഓടിക്കുമ്പോൾ. ഓക്കെ, ഇത് ഉത്തരവാദിത്തമാണ്, നെസസിറ്റിയുമാണ്, ഒബ്ലിഗേഷനുമാണ്. ഷുഡ് ഉപയോഗിച്ച് യു ഷുഡ് ചെക്ക് യുവർ വർക്ക് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്, നീ നിന്റെ വർക്കിനെ ചെക്ക് ചെയ്യണം, പരിശോധിക്കണം. എന്താണ് യുവർ വർക്ക്, നിന്റെ വർക്ക്, അതായത് വർക്ക് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്, അതായത് അത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് നീ നിന്റെ വർക്കിനെ എന്ത് ചെയ്യണം? പരിശോധിച്ച് ബോധ്യപ്പെടുത്തണം. ഔട്ട് ടു ബി, അതായത് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ നെസസിറ്റി പറയുമ്പോൾ യു ഔട്ട് ടു ട്രീറ്റ് അതേഴ്സ് വിത്ത് കൈൻഡ്നസ്, നീ ഉറപ്പായിട്ടും മറ്റുള്ളവരെ ദയയോടുകൂടി ആണ് പരിചരിക്കേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പെർമിഷൻ കൊടുക്കുന്നത് മേയും ക്യാനുമാണ് പെർമിഷൻ കൊടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. മേ ഉപയോഗിച്ച് യു മേ ലീവ് വൺസ് ദ ബെൽ റിങ്സ്, അതായത് നിങ്ങൾ ആ ബെല്ല് അടിക്കുന്ന നിമിഷം നിങ്ങൾക്ക് പോകാം. ഓക്കെ, അടുത്തതായിട്ട് ക്യാൻ ഐ ബോറോ യുവർ ബുക്ക്
ഫോർ ദ വീക്കെൻഡ്. നിങ്ങളുടെ ബുക്ക് എനിക്ക് ഈ ആഴ്ചയുടെ വീക്കെൻഡിൽ, ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങളിൽ സ്പെൻഡ് ചെയ്യുവാനായിട്ട് തരാവോ? ബോറോ, അതായത് കടമായിട്ട് തരാവോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പ് വരുത്തുന്നത് അല്ലെങ്കിൽ സെർട്ടനിറ്റി, അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ഉറപ്പായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. വില്ലും ഷാലുമാണ് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ദേ വിൽ അറൈവ് ബൈ നൂൺ, അതായത് അവർ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഷാല്, വി ഷാൽ ഓവർകം ദീസ് ചലഞ്ചസ് ടുഗെദർ, നമ്മൾ ഒന്നിച്ച് ഈ വെല്ലുവിളിയെ അതിജീവിക്കും. അതിജീവിക്കും. ഇവിടെ എന്താണ് ഷാല് എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യുവാനായിട്ട് വില്ല് ഉപയോഗിച്ചിരിക്കുന്നു. ഷാൽ ഉപയോഗിച്ച് ഉറപ്പിനെ കാണിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഹൈപ്പോതെറ്റിക്കൽ ഓർ പൊളൈറ്റ് സജഷൻസ്, അതേതാണ്? വുഡ് ഉപയോഗിച്ച് ഹൈപ്പോതെറ്റിക്കൽ ആയിട്ട് നമുക്ക് പറയാം. എങ്ങനെയാണ്? I would help you if I had more time. ഞാൻ നിന്നെ സഹായിക്കാം എനിക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ. അത് എന്താണ്? ഒരു പൊളൈറ്റ് ആയിട്ട് ഒരു ഓഫർ കൊടുക്കുന്നതാണ്. അടുത്തതായിട്ട് കുഡ് ഉപയോഗിച്ച്, കുഡ് യു പ്ലീസ് പാസ് ദ സോൾട്ട്, ആ ഉപ്പ് ഒന്ന് പാസ് ചെയ്ത് എനിക്ക് തരാവോ? അവിടെ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ഒരു സജഷൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അതൊന്ന് തരാവോ എന്ന്. അപ്പൊ നിങ്ങൾ ഓരോ കാര്യം മനസ്സിലാക്കുക. ഈ ഓക്സിലറി വെർബുകളിൽ ഏതിനൊക്കെ ഏതാണ് ഉപയോഗിക്കുന്നത്? പോസിബിലിറ്റിക്ക് വേണ്ടി മേയും മൈറ്റും കുഡും ഉപയോഗിക്കുമ്പോൾ, എബിലിറ്റിക്ക് വേണ്ടി ക്യാനും കുഡും ഉപയോഗിക്കാം. ഒബ്ലിഗേഷന് അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിന്, അതുപോലെ നെസസിറ്റിക്ക് അത്യാവശ്യത്തിന് വേണ്ടി മസ്റ്റും ഷുഡും ഔട്ടും ഉപയോഗിക്കണം. പെർമിഷൻ കൊടുക്കുന്നതിന് മേ ആൻഡ് ക്യാൻ ഉപയോഗിക്കണം. പ്രഡിക്ഷൻ, അതായത് ഭാവിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉറപ്പായിട്ട് പറയുന്നതിന് വേണ്ടി വില്ലും ഷാലും ഉപയോഗിക്കണം. ഓക്കെ, ഹൈപ്പോതെറ്റിക്കൽ ആയിട്ടൊരു കാര്യം പറയുന്നതിന് വേണ്ടി, ഒരു സാധ്യതയെക്കുറിച്ച് പറയുവാൻ വുഡും കുഡും ഉപയോഗിക്കണം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.